മുട്ടുവേന എന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേന ഉണ്ടാവാം. യങ് ഏജിൽ അല്ലെങ്കിൽ മിഡിൽ ഏജിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ കാരണങ്ങൾ നോക്കണം. നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണിലേക്ക് വെയിറ്റ് വരുമ്പോൾ അതിന്റെ ആ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവാം. വെയിറ്റ് കൂടിയാൽ തേയ്മാനം വരാം. ഈ ഏർലി സ്റ്റേജിൽ ഉണ്ടാവുന്ന അതേപോലെ തന്നെ ഇപ്പം കൂടിയാലും ഇതിനൊക്കെ എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് ആക്ച്വലി കൊടുക്കുക? ശരി, നമ്മളിപ്പം എല്ലാവരും വണ്ടികളും അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന കാറിന്റെ ഒക്കെ അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ടയർ തേഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെയാണ് അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ലിഗമെന്റിനൊക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തേയ്മാനം. 2 കമ്പാർട്ട്മെന്റിൽ ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് റീപ്ലേസ്മെന്റിലെ റോളുള്ളൂ. ഏജ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് എ നമ്പർ ആണ്. ഇപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റീപ്ലേസ്മെന്റ് ചെയ്താലും നമ്മുടെ സാധാ ഒരു മുട്ട് വർക്ക് ചെയ്യണ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവുക? സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് അറിയാണ്ടിരിക്കാനായിട്ട് യൂഷ്വലി ഒരു 3.5 months എടുക്കും. ഇപ്പൊ അഡ്വാൻസ് ചെയ്തിട്ട് അത് റോബോട്ടിക് വന്നു തുടങ്ങി, AI ആയിട്ട് വന്നു തുടങ്ങി. അപ്പം ഈ ഒരു പ്രൊസീജിയർ എങ്ങനെ, ഈ റോബോട്ടിക് സർജറി ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? പെയിൻ കില്ലേഴ്സ് അല്ലാത്ത കുറെ മരുന്നുകൾ നമ്മൾ അറിയാത്ത ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പാർശ്വഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെയായിരിക്കും ബുദ്ധിമുട്ടിക്കുക. ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്രൊസീജിയർ? സാധാരണ നമ്മുടെ ഒരു നീ റീപ്ലേസ്മെന്റ് സർജറി എന്ന് പറഞ്ഞാൽ ഈ റീപ്ലേസ്മെന്റ് ചെയ്താലും നമുക്ക് ഈ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ചെയ്തിരിക്കണം. നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് കിടക്കാനല്ല, ട്രെഡ്മിൽ ബാക്കോട്ട് പോവാണ്, നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഗ്രൈൻഡിങ് എഫക്റ്റ് ആണ് ജോയിന്റിൽ ഉണ്ടാവുക. അത് ഒരു വഴിയില്ലാത്തവർക്ക് ചെയ്യാനുള്ള വഴി വെച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒരു ഗ്രൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് ബെറ്റർ. യു ക്യാൻ ഡിലേ റീപ്ലേസ്മെന്റ് ബട്ട് യു മേ നോട്ട് ബി ഏബിൾ ടു ഡിനൈ റീപ്ലേസ്മെന്റ്സ്. ഹായ്, നമ്മുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ പ്രായമായവരോ എപ്പോഴും പറഞ്ഞ് കേൾക്കുന്നൊരു സംഭവമാണ് നമ്മുടെ മുട്ടുവേദന എടുക്കുന്നു അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഉണ്ടാവണു എന്നൊക്കെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ BMH ഹോസ്പിറ്റലിലെ ജോയിന്റ് പ്രിസർവേഷൻ ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, ഡോക്ടർ രജനീഷ് രാധാകൃഷ്ണൻ. ഹായ്. ഹായ് സർ. ഇപ്പം ആക്ച്വലി നമ്മളിപ്പോൾ എപ്പോഴും വീട്ടിൽ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ പ്രായമായവരും അതുപോലെ ഒരു മിഡിൽ ഏജുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ മുട്ടുവേദന വരുന്നു, ജോയിന്റ് പെയിൻ വരുന്നു എന്നുള്ള സംഭവമൊക്കെ. അപ്പം ഈ ആക്ച്വലി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിനോട് സംബന്ധിച്ച് തന്നെയാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്താണ് ശരിക്കും? മുട്ടുവേദന എന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാവാം. ഏജ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കുറേ കാലമായിട്ട് അവർക്ക് ഒന്നും ഇല്ലാണ്ട് പോയി ഒരു പ്രായമാകുമ്പോൾ മുട്ടുവേദനയായിട്ട് വരുമ്പോൾ അത് തേയ്മാനം തന്നെയായിരിക്കും. പക്ഷേ യങ് ഏജിൽ അല്ലെങ്കിൽ മിഡിൽ ഏജിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നോക്കണം. ചിലവർക്ക് പരിക്കിൻ്റെ ഭാഗമായിട്ട് വരാം, ചിലവർക്ക് വേറെ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ട് വരാം, ചിലവർക്ക് അത് നടുവേദനയുടെ ഭാഗമായിട്ടും വരാം. അപ്പം നമുക്കൊരു മുട്ടുവേദന എന്ന് പറയുന്നത് കുറേ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷെ അത് എന്ത് എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിലെ ഉത്തമമായ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് തേയ്മാനം എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്കല്ല. നമുക്ക് പേഷ്യൻറ്റിനെ കാണണം, അസസ് ചെയ്യണം, ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, എക്സ്റേ വേണം, എക്സ്റേ ഇൻവെസ്റ്റിഗേഷനൊക്കെ എടുത്ത് നോക്കി എന്താണോ എന്നറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ആണ്. അപ്പം ഈ ശരിക്കും ഈ പറയുന്ന ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിന് ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക? ഇത് ഈ അസുഖം തന്നെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രായാധിക്യം കൊണ്ട് വരുന്നവർക്ക് യൂഷ്വലി ആർത്രൈറ്റിസ് ആയിരിക്കും. അപ്പം നമുക്ക് മുട്ട് മടക്കി നിർത്തുക, നടക്കാൻ പറ്റാണ്ടിരിക്കുക, ബുദ്ധിമുട്ട്, നടക്കുമ്പോഴൊക്കെ സൗണ്ട് വരിക, കരകരാന്നൊക്കെ സൗണ്ട് വന്നു തുടങ്ങും, കരണ്ട് തിന്നു പോയ മുട്ടിന്റെ സൗണ്ടൊക്കെ വന്നു തുടങ്ങും. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കൊരു തേയ്മാനം എന്നൊക്കെ പറയാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തേയ്മാനം യങ് ഏജിൽ വരുമോ? യങ് ഏജിൽ വരുമോ എന്ന് ചോദിച്ചാൽ സാധാരണ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ചിലവർക്ക് ആ മുട്ടിൻ്റെ ചുറ്റുമുള്ള ഒരു പേശികളുണ്ട്, ഒരു കവറിങ് ഉണ്ട്, സൈനോവിയം. അതിന് വരുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ആർത്രൈറ്റിസ് വരാം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് കോമൺ. അത് ചിലവർക്ക് യങ് ഏജിൽ വരാം. ആണല്ലേ? കാരണം എനിക്കും ഇങ്ങനെ ഇരുന്ന് എണീക്കുമ്പോൾ മുട്ടിങ്ങനെ ശബ്ദമൊക്കെ ശബ്ദം ഉണ്ടെങ്കിലും കണ്ട ആർത്രൈറ്റിസ് ഒന്നുമല്ല. അല്ലേ? അതേപോലെ ഈ കരകരപ്പൊക്കെ മുട്ടിങ്ങനെ അതങ്ങനെ കരകരപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. എന്താ വെച്ചാൽ നമ്മുടെ ചിരട്ടയുടെ അടിയിൽ അതിന്റെ കവറിങ് ആണ് കാർട്ടിലേജ് അല്ല തരുണാസ്ഥി. അതിലുണ്ടാവുന്ന ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ ചിലവർക്ക് ആ സൗണ്ട് വരാം. അപ്പോൾ ചിലവർക്ക് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ മസിലിൻ്റെ വീക്ക്നെസ് വരും, കോൺട്രസെപ്സ് മസിൽ. അത് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. ചിലവർക്ക് എന്താ വെച്ചാൽ മുട്ടിന് വളവ് ഉണ്ടാവും. അപ്പോൾ വളവ് ഉണ്ടാകുമ്പോൾ ആ ചിരട്ട അല്ലെ പെറ്റലയുടെ ട്രാക്കിംഗ് കറക്റ്റ് ആവില്ല. അത് ഒരു സൈഡിലേക്ക് തെന്നി മാറുമ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് അരിഞ്ഞ് കാർട്ടിലേജ് ഡാമേജ് വരാം. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് സൗണ്ട് ഉണ്ടാവാം, വേദനയും വരാം.
അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഗ്രേഡ് 1 ഒക്കെ ഉണ്ടാവുള്ളൂ, കുറേ കഴിയുമ്പോൾ ഗ്രേഡ് 4ലേക്ക് പോകും, അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ നേരത്തെ കണ്ട് അസസ് ചെയ്തിട്ട് വളവുണ്ടെങ്കിൽ വളവൊക്കെ ചെറു പ്രായത്തിൽ നിർത്തി കൊടുത്ത് നമുക്ക് ജോയിൻറ്റ് പ്രിസർവേഷൻ സർജറിയിലേക്ക് പോകാം. അതായത് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ജോയിൻറ്റ് പ്രിസർവേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അറ്റ കൈക്കാണ് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാറ്. ഉള്ള ഒരു തന്നെ നമ്മൾ ദൈവം തന്നത് കഴിയുന്നത്ര സേഫാക്കി തിരിച്ചു അങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കുക. പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കേണ്ടി വരും. അപ്പൊ ആക്ച്വലി ഇത് എന്ത് കാരണം കൊണ്ടാവുന്നത്? ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ആണോ അതോ നമുക്ക് ഇതിപ്പോ പാരമ്പര്യമായിട്ട് ഇത് കിട്ടുമൊക്കെ? പാരമ്പര്യമായിട്ട് വരുന്നതൊക്കെ ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട്, അത് പാരമ്പര്യമായിട്ട് വരാം. അല്ലാണ്ട് കിട്ടുന്നതൊക്കെ കുറേയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ആൾക്കാരെ കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണിലേക്ക് വെയിറ്റ് വരുമ്പോൾ അതിൻ്റെ ആ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മസിൽ സ്ട്രെങ്തനിങ്ങിനും നമുക്ക് കൂടുതൽ ഇത് കൊടുക്കണം. ഈ വെയിറ്റ് കൂടുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും വെയിറ്റ് കൂടുമ്പോൾ തേയ്മാനം കൂടും. അപ്പോൾ വെയിറ്റ് റെസ്ട്രിക്ഷൻ വേണം, മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യല്ല, ഡെയിലി നമ്മുടെ നമ്മുടെ നടത്തം, എന്തായാലും നമ്മുടെ എല്ലാവരും നടത്തം കുറയാണല്ലോ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ നടന്നതൊന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പം മസിൽ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നന്നായി നടന്നുകൊണ്ടിരിക്കണം. അപ്പം മസിൽ വീക്ക്നെസ് വിൽ ഇൻ ടേൺ നമ്മൾക്ക് തേയ്മാനം ഉണ്ടാക്കും. വെയിറ്റ് കൂടിയാൽ തേയ്മാനം വരാം. ഈ നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞില്ലേ, വേദന, പിന്നെ ഇതേപോലെ തന്നെ എന്തൊക്കെ സിംറ്റം ഉണ്ടാവുക നമുക്ക് ഈ ഒരു അസുഖം വരുമ്പോൾ ഈ തേയ്മാനം കൊണ്ട് വരുവാണെങ്കിൽ സാധാരണ വേദനയെ വെച്ച് തന്നെയാണ് തുടങ്ങുക. പിന്നെ നമ്മുടെ മൊബിലിറ്റി, റേഞ്ച് ഓഫ് മൂവ്മെന്റ്, കാലിന്റെ മടക്കൽ നീർത്തലൊക്കെ കുറഞ്ഞു വരും. ചിലവരിപ്പോ തള്ളി കളയൂലോ, ജസ്റ്റ് മുട്ടിന് പെയിൻ വരുമ്പോൾ അത് മുട്ടുവേദന അല്ലെങ്കിൽ വല്ല തൈലം തേച്ച് ശരിയാവാം. അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിരിക്കും തോറും ഗ്രാജുവലി ഇത് എന്തൊക്കെ റിസ്ക് ആണ് ഇതിന് സംഭവിക്കുക? നമ്മൾ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, ഇനി ഒഴിച്ചൽ, അങ്ങനത്തെ ഏതിലും വേണേൽ പോവാം, കുഴപ്പമില്ല. യു ബൈ ടൈം. പക്ഷെ ചിലപ്പോൾ ചിലവരുടെ ഈ കോസസ് അതിൻ്റെ വളവ് കൊണ്ടാണ്, ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടുണ്ട്. അലൈൻമെൻറ്റ് പോയവർക്കൊക്കെ ഒഴിച്ചലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അലൈൻമെൻറ്റ് ഇല്ലാത്തല്ല ചെയ്യുന്നത്, അത് എപ്പോഴും ഡിസീസ് പ്രോഗ്രസ് ചെയ്യും. അപ്പം അങ്ങനത്തെ വരെയൊക്കെയാണ് നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങളോളം അവനവൻ്റെ മുട്ട് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലവർക്ക് ലിഗമെന്റ് ഇഞ്ചുറി ആയിരിക്കാം, അതായത് 2 എല്ലിനെ പിടിച്ചു നിർത്തുന്ന, മുകളിലത്തെ തുടയെല്ലും താഴത്തെ എല്ലും പിടിച്ചു നിർത്തുന്ന ലിഗമെന്റിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും, അത് തേയ്മാനം ഉണ്ടാക്കും. അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറിയാണ്, അല്ല ബൈക്കിൽ നിന്ന് വീണിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിൽ ബാത്റൂമിൽ വീണിട്ട് ലിഗമെന്റ് ഇഞ്ചുറി, അല്ലെങ്കിൽ വാഷറിന് കംപ്ലൈൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, വാഷറിന് മെനിസ്കസ്, അതൊക്കെ നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അവനവൻ്റെ മുട്ട് എത്ര കാലം വേണമെങ്കിൽ പ്രിസർവ് ചെയ്യാൻ പറ്റും. അതറിയാണ്ട് അത് കൊണ്ടുപോയിട്ട് വീഴ്ചലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുട്ടും വളഞ്ഞും പിരിഞ്ഞിരിക്കും, അതിന്റെ ലൈഫും കുറയും. ഈ ഏർലി സ്റ്റേജിൽ ഉണ്ടാവുന്ന, അതേപോലെ തന്നെ ഇപ്പം കൂടിയാലും ഇതിനൊക്കെ എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് ആക്ച്വലി ഫസ്റ്റ് മുതലേ ഇപ്പൊ ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചു വിചാരിക്കും, അപ്പൊ എന്തൊരു ട്രീറ്റ്മെന്റാണ് നമ്മൾ അതിന് കൊടുക്കുക? ഏർലി സ്റ്റേജിലെ ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ജോയിന്റ് പ്രിസർവേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. വളവ് ഉണ്ടെങ്കിൽ അത് എല്ല് കട്ട് ചെയ്ത് നിർത്തി നമുക്കതിന് ഹൈറ്റിബിൽ ഓസ്റ്റിയോട്ടമി, താഴത്തെ എല്ലിലാണ് വളവെങ്കിൽ ഹൈറ്റിബിൽ ഓസ്റ്റിയോട്ടമി, മുകളിലത്തെ എല്ലിലാണ് ഫെമറൽ ഓസ്റ്റിയോട്ടമി ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. ലിഗമെന്റ് ഇഞ്ചുറി ആണെങ്കിൽ ആർത്രോസ്കോപ്പി ചെയ്തിട്ട് ആ ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്യാം. മെനിസ്കൽ ടയേഴ്സ് ആണെങ്കിൽ ഏർലി സ്റ്റേജിൽ മെനിസ്കൽ ടയർ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാം. കുറേ ഡിലേഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഒന്നല്ല ബാലൻസ് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇപ്പം മെനിസ്കൽ ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ട്. മെനിസ്കസ് പോയത്, അതായത് മെനിസ്കസ് എന്ന് പറയുന്ന ഷോക്ക് അബ്സോർവറാണ്, 2 പ്രതലം തമ്മിലുള്ള ഇടയിലുള്ള ആ ഷോക്ക് അബ്സോർവർ. നമ്മളിപ്പോൾ ചെരുപ്പിട്ട് നടക്കുന്നു, അപ്പോൾ കാലിൽ അടി പൊട്ടുന്നില്ല, അതുപോലെ ഒരു ഷോക്ക് അബ്സോർവർ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ കാർട്ടിലേജിന് എഫക്റ്റ് വരും. അപ്പം അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെതായ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സർജറി ചെയ്യാന്ന് പറയുമ്പോൾ സർജറിയാണ് പലതിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങ് അത് ചെയ്യാണ്ട് പറ്റത്തില്ല. അപ്പം സത്യം പറഞ്ഞാൽ അലൈൻമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പിന്നെ ലിഗമെന്റ്സ്, പിന്നെയാണ് നമ്മുടെ മെനിസ്കസ്, പിന്നെ കാർട്ടിലേജ്. ഇതെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇന്ന്. ഏർലി ഡിറ്റക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്, സ്കോപ്പി ചെയ്യാം, ആർത്രോസ്കോപ്പി ചെയ്തിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അവനവൻ്റെ മുട്ട് കാലങ്ങളോളം സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്തായാലും കുറച്ച് ഡെമോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇത് എടുത്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഓക്കെ, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹെൽത്തി നീയാണ്, ഹെൽത്തി. ഓക്കെ, ഇതാണ് ഫീമർ, തൊടയെല്ല്, ഇത് താഴത്തെ ടിബിയ, പിന്നെ ഒരു ചെറിയ എല്ലുണ്ട് ഫിബുല. ഓക്കെ, അപ്പം ഇത് കാണുന്നതാണ്
നമ്മുടെ ഫീമറിൻ്റെ കാർട്ടിലേജ് അല്ല തരുണാസ്ഥി. ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിലാണ് നമ്മുടെ ചിരട്ട അല്ലെങ്കിൽ പെറ്റല്ല എന്ന് പറയുന്ന ബോൺ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് താഴത്തെ എല്ല്. അപ്പോൾ താഴത്തെ എല്ലിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഈ കാണുന്നതാണ് മെനിസ്കസ്. ഈ വൈറ്റ് സാധനമാണ് മെനിസ്കസ്. ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് അതിൻ്റെ ആർട്ടിക്കുലേഷൻ. ഇത് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇത് ഷോക്ക് അബ്സോർവറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഇത് തൊടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫീമർ, ടിബിയ, മെനിസ്കസ്, പിന്നെ ഇങ്ങനെ പോകുന്ന 2 ലിഗമെന്റ് ഉണ്ട്. പിന്നിക്കോടെ ഒരു ലിഗമെന്റ് ഉണ്ട്, മുന്നിക്കോടെയുണ്ട്. ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റും പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റും. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണം. ഇതിങ്ങനെ ചെരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ വെയിറ്റ് വരും, അപ്പോൾ ആ സൈഡിൽ തേയ്മാനം വരും. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണം, ലിഗമെന്റ്സ് ഇൻടാക്റ്റ് ആയിരിക്കണം, വാഷർ ഇൻടാക്റ്റ് ആയിരിക്കണം. വാഷറിലെ മെനിസ്കസ്, അത് കഴിഞ്ഞിട്ട് കാർട്ടിലേജ്. ഇതൊക്കെ പ്രിസർവ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഇത് നോർമലായിട്ട് ഇരിക്കുന്നത്. ഇതാണ് ശരിക്കും ഒരു മനുഷ്യന് വേണ്ടത്, നോർമലായിട്ട് പോകാനായിട്ട് വേണ്ടത്. എപ്പോഴെങ്കിലും ഇതിലൊക്കെ ഇഞ്ചുറി വരുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് ഇൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ തേയ്മാനം വന്നു തുടങ്ങും. അപ്പോൾ ഇത് ഹെൽത്തിയാണ്. ഓക്കെ, ഇത് നമ്മൾ തേയ്മാനം വന്നു തുടങ്ങിയ ഒരു സാധനം. അപ്പം ഇതാ ഇതിൻ്റെ ഉള്ളിൽ തേഞ്ഞു പോയിട്ട് ഓട്ടകൾ വന്നു തുടങ്ങി. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇതൊരു മോഡറേറ്റ് ആയി. ഇതാ ഇതിലൊക്കെ ചേഞ്ചസ് വന്നു തുടങ്ങി. ആ തരുണാസ്ഥി അവിടെ നിന്ന് പോവും. ഇതിപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് ഇതാ ലിഗമെന്റ് പോയി. അപ്പം എന്താ അതിൻ്റെ അലൈൻമെന്റ് പോവും. നമ്മളിപ്പം എല്ലാവരും വണ്ടികളും അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന കാറിൻ്റെ ഒക്കെ അതിൻ്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ടയർ തേഞ്ഞു തുടങ്ങും. ചിലവർ ഉൾഭാഗം തേയും. അതുപോലെ തന്നെയാണ് അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ലിഗമെന്റിനൊക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തേയ്മാനം. ഇതിപ്പോൾ മോഡറേറ്റ് സ്റ്റേജിലായി. ഇത് അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, പിന്നെ സിവിയർ എന്ന് പറയുമ്പോൾ അത് പിന്നെയും കൂടി വന്നു. ഓക്കെ, അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെന്റിലാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാം. ജോയിന്റ് പ്രിസർവേഷൻ പോവുകയാണെങ്കിൽ ഈ ACL എന്ന് പറഞ്ഞ ലിഗമെന്റ് അല്ലെ PCL എന്ന് പറഞ്ഞ ലിഗമെന്റ് 2 സൈഡിൽ കൊളാറ്ററൽ ലിഗമെന്റ്സ് ഉണ്ട്. ഇത് ലാറ്ററൽ കൊളാറ്ററലും ഇത് മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റും. അതിന് ഇഞ്ചുറി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്യാം ഇനീഷ്യൽ സ്റ്റേജിൽ. ചിലത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്. മെനിസ്കൽ ടയർ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ മെനിസ്കസ് റിപ്പയർ ചെയ്യാം. ഇതൊക്കെ ചെയ്താൽ പ്രിസർവ് ചെയ്യാം. ഇതിനെങ്ങാട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയ വെരി സിവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രിസർവേഷൻ സർജറിക്ക് വലിയ റോളില്ല. Then we go for the replacement. Grade 2 വരെ 2-3 വരെയൊക്കെ പ്രിസർവ് ചെയ്യാം. ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ്, അഡ്വാൻസ്ഡ് ഓസ്റ്റിയോആർത്രൈറ്റിസ് 2 കമ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ 3 അറകളായിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് ഇത് ലാറ്ററൽ കമ്പാർട്ട്മെന്റ്, ഇത് മീഡിയൽ കമ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ പെറ്റലോഫെമറൽ, ഇവിടെ ചിരട്ട വരുന്ന നമ്മൾ ഈ മുന്നിലുള്ള ഭാഗം. അങ്ങനെ 3 കമ്പാർട്ട്മെന്റാണ് ഉള്ളത്. അപ്പോൾ ഒരു 2 കമ്പാർട്ട്മെന്റിൽ ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് റീപ്ലേസ്മെന്റിലെ റോളുള്ളൂ. ഒരു കമ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ വെയിറ്റ് ബെയറിംഗ് ആക്സസ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ജോയിന്റ് പ്രിസർവേഷനിൽ പോകാൻ പറ്റും. അതെ, ഇപ്പം ഇത്രയും സിവിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റീപ്ലേസ്മെന്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞു. അപ്പം ഒരു പ്രായം ഭയങ്കര ഓൾഡ് ഏജ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി പോസിബിൾ ആണോ? ഏജ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് എ നമ്പറാണ്. ചിലവർക്ക് 89 വയസ്സ് 90 വയസ്സായാലും യങ് അറ്റ് ഹാർട്ട്, യങ് അറ്റ് വർക്ക്, 60 ഇയേഴ്സ് ഒക്കെ ഉണ്ടാവും. ചിലർ 60 75 വയസ്സിൻ്റെ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് എ നമ്പറാണ്. അവരെ ഡിമാൻഡ് എന്താണ്, അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഏത് സർജറി ഏത് ഏജ് ചെയ്യുമ്പം ഇറ്റ് ഹാസ് എ റിസ്ക്. ഒരു നോർമൽ ആയിട്ടുള്ള കുട്ടിയെ ചെയ്താലും പ്രായമുള്ളവരെ ചെയ്താലും ഒരു അനസ്തീഷ്യ കൊടുക്കുന്നത് റിസ്ക് ആണ്. അതിൻ്റെ സ്ട്രെസ് പേഷ്യൻറ്റിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പം ദാറ്റ് മേക്സ് ഇറ്റ് എ റിസ്കി തിങ്. അപ്പോൾ പക്ഷേ അതൊക്കെ നമുക്ക് ആദ്യമേ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറേ കാര്യം അതൊക്കെ കൺട്രോൾ ചെയ്ത് ചെയ്യുക. നമ്മൾ എത്ര റിസ്ക് ഉള്ള പേഷ്യൻറ്റിനെ ചെയ്താലും 1 in a million ആയിരിക്കും നമുക്ക് അതിനെ കൊണ്ടുള്ള ഇഷ്യൂസ് വരുന്നത്. നമ്മളിപ്പം പറയുമ്പോൾ എല്ലാ കൺസെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അത് വരണം എന്നൊന്നുമില്ല. നമ്മൾ പ്രീ ഓപ്പ് ഇവാലുവേഷൻ കറക്റ്റായി ചെയ്ത് നമുക്കൊരു പരിധിവരെ ഏത് റിസ്ക് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഹയർ സെൻറ്റേഴ്സ്, നമ്മുടെയൊക്കെ ഇപ്പോൾ ടേഴ്സറി കെയർ സെൻ്ററാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഏത് റിസ്ക് ഉള്ളതും എടുത്ത് നമുക്ക് തരണം ചെയ്ത് ചിലപ്പോൾ സർജറി കഴിഞ്ഞാലും ഇൻട്രോപ്പ് സർജറി സമയത്തൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. അതൊക്കെ തരണം ചെയ്ത് അവരെയൊക്കെ പുറത്തിറക്കാൻ പറ്റും. അതെ അല്ലേ. ഇപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റീപ്ലേസ്മെന്റ് ചെയ്താലും നമ്മുടെ സാധാ ഒരു മുട്ട് വർക്ക് ചെയ്യണ പോലെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവുക ഒരു റീപ്ലേസ്മെന്റ്? നമുക്ക്
ഇപ്പം എന്താണെങ്കിലും ഇപ്പം മുട്ട് റീപ്ലേസ് ചെയ്യുന്ന മുന്നേ ഏതൊരു പേഷ്യനും മസിൽ വീക്ക്നെസ്സുകൾ ഉണ്ടാവും. അപ്പം അത് നമുക്ക് പലപ്പോഴും പ്രീ ഓപ്പറേറ്റീവ്ലി നമുക്ക് പ്രീ ഹാബ് ചെയ്തിട്ട് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലവർക്ക് ഈ മുട്ടുവേദന ഉള്ളപ്പോൾ ഈ വേദന മാറാണ്ട് എങ്ങനെയാണ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുക? വേദന മാറാത്തവർക്ക് നടക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുക? സോ അതൊരു സബ്ജക്റ്റീവാണ്. എപ്പോഴും നമുക്ക് പറഞ്ഞതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റണമെന്നില്ല. ബുക്കിൽ എഴുതുന്ന സാധനം ഒന്നും പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ചെയ്യിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തടി കുറച്ചിട്ട് വന്നാൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ്സ് ഇമ്പോസിബിൾ. പേഷ്യൻ്റ് ഭക്ഷണം കഴിക്കും, പക്ഷെ നടക്കാൻ പറ്റില്ല. അവരോട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ പേഷ്യൻറ്റിന് നമ്മൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി പുട്ട് പോസ്റ്റ് ഓഫ് തെറാപ്പി എക്സസൈസസ്, അപ്പോൾ അവർക്ക് നടക്കാനുള്ള റെജീം അത് ഇതൊക്കെ കൊടുക്കും. അപ്പോൾ അവർ ട്രിമ്മായി വരും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രീ ഓപ്പ് ഇവാലുവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. മസിൽ വീക്ക്നെസ് ആണെങ്കിൽ പോസ്റ്റ് സർജറി നമുക്കത് റീഹാബ് ചെയ്തിട്ട് അത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ യൂഷ്വലി ഇറ്റ് ടേക്സ് അറൌണ്ട് 3.5 months. സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് അറിയാണ്ടിരിക്കാനായിട്ട് യൂഷ്വലി ഒരു 3.5 months എടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡേ തേർഡ് ഡേ നമുക്ക് നടത്തി തുറക്കാം. ചിലവർ നമുക്ക് ഫസ്റ്റ് ഡേ വേണമെങ്കിൽ നടത്താം, കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള അനസ്തീഷ്യം, നമുക്ക് പല പല ബ്ലോക്കുകളുണ്ട്, എല്ലാം ചെയ്യാം. പക്ഷെ യൂഷ്വലി ഒരു സെക്കൻഡ് ഡേ നമുക്ക് പേഷ്യൻ്റ് നടന്നു തുടങ്ങും. ഒരു 3.5 months നമ്മളൊരു റെജീം കൊടുക്കും. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പേഷ്യൻ്റെ ഓരോ ആൾക്കാർ ഡിഫറെൻ്റ് ആണല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും മുട്ടുമാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി ഇൻഡിവിജ്വലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ യൂഷ്വലി ബൈ 3.5 months ആരും 2 മുട്ട് മാറ്റിയാലും 1 മാറ്റിയാലും അവരൊന്നും അതിനെപ്പറ്റി അധികം കംപ്ലയിൻസുകളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഒരു മേജർ ഫോളൊന്നും വരാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഈ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? കാരണം ഇപ്പം നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വേറൊരാളുടെ ഇതെടുത്ത് വെക്കുക. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണലി ഒരു അങ്ങനെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ ഇത് ഒരു സാധനം എടുത്ത് മാറ്റി വെക്കുകയല്ല. ഇതിനെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ, ആ മോശമായ ഭാഗങ്ങൾ പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മെറ്റൽ ഇംപ്ലാന്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇത്. ഇപ്പം നിങ്ങൾ നോർമൽ മുട്ട് കണ്ടു, ഇതാണ് നോർമൽ മുട്ട്. ഓക്കെ, ഇതിൽ തേയ്മാനം വന്ന ഭാഗങ്ങൾ നമ്മൾ കഷ്ണമായിട്ട് അതിനെ കട്ട് ചെയ്യും. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഫീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, സോ 1 2 3 4 5 ഇങ്ങനെ തന്നെ ഈ സൈഡിൽ നിന്ന് കാണാം. പിന്നെ ഉള്ളിൽ നിന്നുള്ള വേറെ കട്ടുകളുണ്ട്. അപ്പോൾ ഓരോ ഇംപ്ലാന്റ് ഓരോ സിസ്റ്റം പോലെയാണ്. അതൊക്കെ നമ്മുടെ ലിഗമെന്റ് ഉള്ളിലുള്ള ACL PCL ഇന്റഗ്രിറ്റി ഒക്കെ നോക്കിയിട്ട്, ഈ യൂഷ്വലി ACL സ്പെയറിംഗ് ആണ്. PCL എന്ന് പറഞ്ഞാൽ ലിഗമെന്റിന് നമുക്ക് ACL എന്ന് പറഞ്ഞാൽ എന്തായാലും എടുത്ത് കളയേണ്ടി വരും. യൂഷ്വലി ACL കൺസർവേറ്റീവ് ഉള്ള റീപ്ലേസ്മെന്റ്സ് വളരെ കുറവാണ്. PCL എന്ന് പറഞ്ഞാൽ ലിഗമെന്റിനെ നമുക്ക് കൺസർവ് ചെയ്യാം. അത് നല്ല PCL ആണ്, നല്ല ലിഗ്മെൻ്റ് ആണ്, നമ്മളത് വെക്കും. അപ്പം മാക്സിമം ബോൺ റീറ്റെയിൻ ചെയ്യാൻ നോക്കും. മിനിമം ആയിട്ട് സോഫ്റ്റ് ടിഷ്യൂ, അതായത് പേശികളിൽ നമ്മൾ ചെയ്യാൻ നോക്കാം. അങ്ങനെയാണ് ഇന്ന് നമ്മൾ PCL റീറ്റെയിനിങ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്സ് എന്ന് പറയും. പല ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. ചില ഒരു പേഷ്യൻറ്റിന് ചെയ്ത് അത് തന്നെ മറ്റേ പേഷ്യൻറ്റിന് ചെയ്യണമെന്നില്ല. ഒരു പേഷ്യൻ്റ് ഒരു മുട്ടിന് ചെയ്ത് തന്നെ മറ്റേതിന് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഉള്ളിൽ കാണുന്ന ഫൈൻഡിങ്ങിനനുസരിച്ചാണ് പലതും ചെയ്യാൻ പറ്റുക. ഓക്കെ, പക്ഷേ വാട്ടർ വെയിറ്റേഴ്സ് നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫീമർ എന്ന് പറഞ്ഞതിൻ്റെ ഇത് ഈ കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് താഴത്തുള്ളത് എന്താ, ഇത് ടിബിയ എന്ന് പറഞ്ഞ ബോണിനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അതിന് കുറേ ഉള്ളിൽ അത് വെക്കാനുള്ള സാധനങ്ങളുണ്ടാവും. അത് ഇങ്ങനത്തെ ഒരു മെറ്റൽ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അത് അതിൽ വെച്ച് സിമെൻറ്റ് ചെയ്ത് പിടിപ്പിക്കും. ഇതാണ് ഹൈലി ക്രോസ് ലിങ്ക് പോളിയെത്തിലീൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്റേയിൽ കാണില്ല, റേഡിയോ ലൂസൻ്റ് ആയിരിക്കും, ഇടയിലൊരു ഗ്യാപ്പ് പോലെ കാണും. മര്യാദയ്ക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റലുകൾ കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഒരു സർജൻ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മിനിമം സൈസിൽ ചെയ്യാൻ പറ്റും. ചില ഇംപ്ലാന്റ് കമ്പനിക്ക് 8 mm ആണ്, ചില ഇംപ്ലാന്റ് കമ്പനിക്ക് 9 mm ആണ് മിനിമം പോളി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാ അഡ്വാൻസ്മെൻറ്റ്സും വരുന്നത്. നമ്മുടെ സൈസ് കറക്റ്റ് ചെയ്യുക, മിനിമൽ പോളി വെക്കുക. അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെ വെക്കണം എന്ന്, കാലങ്ങളോളമായിട്ട് റിസർച്ച് നടത്തിയ. അപ്പോൾ അത് എത്ര പ്രിസൈസ് ആയിട്ട് വെക്കാൻ പറ്റുന്നോ അത്രയും നന്നായിരിക്കും അതിൻ്റെ ലോഞ്ചിവിറ്റിയും പെയിൻ റിലീഫൊക്കെ. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പം ഈ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ളൊരു എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ ഇതിന്, ഈ ഒരു പ്രൊസീജിയറിനോ? ഒക്കെ എങ്ങനെ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് മുട്ട് മാറ്റി വയ്ക്കില്ലേ, അപ്പം ആ ഒരു പ്രൊസീജിയറിന് നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് ചെയ്യാൻ?
ചെയ്യാനായിട്ട് വെൽ ട്രെയിൻഡ് ഹാളിൽ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാം ചെയ്തു പോകാം. വലിയ നമ്മൾ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൻ്റെ ചുറ്റുമൊക്കെ, അതൊന്നും ഇഞ്ചുറി ചെയ്യാണ്ട് നമ്മൾ ആവശ്യമുള്ള ഭാഗത്തെ കൂടെ തന്നെ പോവുക, എത്രയും പ്രിസിഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇതൊന്നും ഇപ്പം കുറെ പേര് ഇപ്പോഴാണ് ഇതിനെ പറ്റി അറിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ ഈ ഒരു ഇപ്പൊ അഡ്വാൻസ് ചെയ്തിട്ട് അത് റോബോട്ടിക് വന്നു തുടങ്ങി, AI ആയിട്ട് വന്നു തുടങ്ങി. പക്ഷെ എല്ലാം അങ്ങനെ എല്ലാം 100% ഒരു 100% പെർഫെക്റ്റ് പ്രൂഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. കൺവെൻഷണൽ ആയിട്ട് തുടങ്ങിയത് 1968 ഫസ്റ്റ് റീപ്ലേസ്മെന്റ് ചെയ്തത്. ആ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് തന്നെ എത്രയോ കാലം പോയി. അന്ന് ചെയ്ത എത്രയോ മുട്ട് ഇന്നും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ചിലവരെ മുട്ടൊക്കെ നമ്മൾ സാധാരണ ഒരു 20 years ആണ്, ബേസിക്കലി 20 to 25 years നമ്മളൊരു ഗ്യാരണ്ടി പറയാം. മീൻസ് വേറെ ഇഞ്ചുറി ഒന്നും ഇല്ലാണ്ട് അവരതിനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും കാലം പോകാൻ സാധ്യതയുള്ളൊരു സാധനം, മനസ്സിലായി. പക്ഷെ അവരാരും അതിനെ ശ്രദ്ധിക്കില്ല. എനിക്ക് 20 years വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒരു വലിയൊരു ഫോളൊന്നും വരുന്നില്ലെങ്കിൽ, വീഴ്ചയൊന്നും വന്നിട്ട് നല്ല വൃത്തിയായി ചെയ്ത ഒരു നീ ആണെങ്കിൽ എന്തായാലും ഒരു 15 to 25 years വരെയൊക്കെ പോകും. ചിലവരെ 30 years പോയ നീസും ഉണ്ട്. ആ പണ്ടത്തെ കാലത്ത് ചെയ്ത നീസ് 30 years ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ കൺവെൻഷണൽ തെറാപ്പി അത് വൃത്തിയായി ചെയ്തുകൊണ്ടാണ്. ഇപ്പം അതിൻ്റെ അഡ്വാൻസ്മെന്റ് പലതും വന്നു. ആദ്യം കമ്പ്യൂട്ടർ നാവിഗേഷൻ വന്നു, അത് അങ്ങോട്ട് മുഴുവനാവാത്തതുകൊണ്ട് റോബോട്ടിക്സ് വന്നു, ഇപ്പം AI ഇൻഡ്യൂസ്ഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാം 100% പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം വൃത്തിയായി ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയായി തന്നെ പോകും. ഈ ഇപ്പൊ പറഞ്ഞില്ലേ റോബോട്ടിക്സ്, AI, അപ്പം ഈ ഒരു പ്രൊസീജിയർ എങ്ങനെ, ഈ റോബോട്ടിക് സർജറി ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാം റോബോട്ടിക്സ് പ്ലാൻ ചെയ്യുന്നതിലാണ്. ആക്ച്വലി ഒരു റോബോട്ടിക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാനിങ് കുറെ എളുപ്പമാവും. നമ്മൾ ഓൺ ടേബിൾ ഇടുന്ന എഫേർട്ട് കുറയും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കൺവെൻഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് വൃത്തിയായി അറിയുന്നവർക്ക് ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറേ മീൻസ് നമ്മൾ റോബോട്ടിക്സ് മാത്രമായി ഡിപ്പെൻഡൻസ് വരും. അങ്ങനെ ആവരുത്. കൺവെൻഷണൽ നന്നായി അറിഞ്ഞ് അത് വൃത്തിയായി ചെയ്യാൻ പറ്റുന്നവർ അതിൽ റോബോട്ട് അല്ലെങ്കിൽ AI എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ എന്ന് പറഞ്ഞ് റോബോട്ടിക് ആണ് എല്ലാം എന്നല്ല, അല്ല AI ആണ് എല്ലാം എന്നല്ല, അതിലും ഫെയിലിയർ വരാം. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല, എപ്പോൾ വേണമെങ്കിൽ അത് പണി മുടക്കിക്കൂടെ? അപ്പം എന്ത് ചെയ്യും? മുന്നോട്ട് പോകണ്ടേ? പറയണമെങ്കിൽ കൺവെൻഷണൽ വൃത്തിയായി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാം നമുക്കൊന്നും 100% പ്രൂഫ് എന്നൊന്നല്ല. നമ്മുടെ കയ്യിൽ നല്ലൊരു ഒരു പുതിയ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ യു എംബ്രേസ് ടെക്നോളജി, പക്ഷെ അത് ഫോർ ദ ബെറ്റർമെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം സാർ ഇപ്പം സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഡു യു പ്രിഫർ? ഇപ്പം ഇത് മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ റോബോട്ടിക് വെച്ച് ചെയ്യാവുന്നതാണ്? അതിൻ്റെതായ ഇൻഡിക്കേഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുട്ടൊക്കെ വളഞ്ഞിരിക്കുകയാണ്, നമുക്ക് അലൈൻമെന്റ് കറക്റ്റായി കിട്ടാത്ത മുട്ടാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ റോബോട്ടിക്സ്. ഈ റോബോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ, നമ്മൾ എക്സ്റേ ബേസ്ഡ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ യു ഹാവ് ടു പുട്ട് ദ പേഷ്യൻ്റ് ഓൺ എ CT. ഒരു CT സ്കാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈലി റേഡിയേഷൻ സാധനം. അനാവശ്യമായിട്ട് CT എടുക്കണം, എന്നിട്ട് വേണം റോബോട്ടിക്സ് പ്ലാൻ ചെയ്യാൻ. എല്ലാത്തിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം നമ്മൾ നോർമലായിട്ട് ഒരു എക്സ്റേ കൊണ്ട് വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ എക്സ്റേ CT എടുക്കണം. CTക്ക് ഉള്ള കാശ് എക്സ്ട്രാ വരും, റോബോട്ടിക്സിനുള്ള കാശ്. അപ്പം ഇതെല്ലാം വളരെ സാധനങ്ങൾ കൂടും കുറേയൊക്കെ ചെയ്യും. അപ്പം റോബോട്ടിക്സ് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. നമുക്ക് അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെ കറക്റ്റ് വഴിക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല വളവുള്ള മുട്ടാണ് നമുക്ക് പലപ്പോഴും ഈ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ്, കൺവെൻഷണൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജിഗ്സ് ഉപയോഗിച്ചിട്ടാണ്, കുറേ ജിഗുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് കുറേ എഫേർട്ടുകളും ഉണ്ട്. പക്ഷെ ആ എഫേർട്ടുകളൊക്കെ നമുക്ക് റോബോട്ടിക്സ് വരുമ്പോൾ കുറയും. ഒരു സർജൻ്റെ സ്ട്രെസ്സ് കുറയും. പക്ഷെ ആ സർജന് എന്താണ് വേണ്ടതെന്ന് നന്നായി അറിഞ്ഞിരിക്കണം. നമുക്ക് ഏതാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അവർക്ക് റോബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ബെനിഫിഷ്യൽ ആണ്. ഇപ്പം നമുക്കൊരു ഇതേപോലെ ഒരു ഡാമേജ് വന്നു, നമ്മൾ സർജറി ചെയ്തു, ഇതൊക്കെ ഹീലായി മാറാൻ ഇതൊക്കെ എത്രത്തോളം ടൈം പീരീഡ് എടുക്കും മൊത്തത്തിൽ? യൂഷ്വലി നമ്മൾ സർജറി ചെയ്ത് പോസ്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം ആൾക്ക് നമ്മൾ പോസ്റ്റ് ഓഫ് 14th day ആകുമ്പോഴേക്കും ഇനീഷ്യൽ സ്യൂച്ചർ റിമൂവൽസ് ചെയ്യും. ഇട്ട തുന്നലുകൾ, പുറത്തുള്ള തുന്നലുകൾ എടുക്കും. യൂഷ്വലി പിന്നെ ഗ്രേഡഡ് ആയിട്ട് അവർക്ക് ബാക്കിയുള്ള തെറാപ്പിയൊക്കെ കൊടുത്ത് യൂഷ്വലി ബൈ 3.5 months അവർക്ക് ചെയ്തതൊന്നും സാധാരണ അറിയത്തൊന്നുമില്ല. ഇല്ല, ആക്ച്വലി ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത്. ഇപ്പം ഞാൻ ആക്ച്വലി കോഴിക്കോട് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാർ ഇതേപോലെ കണ്ണൂരും BMS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ എവിടെയൊക്കെ മീൻസ് ടൈമും പ്ലേസൊക്കെ സാർ എപ്പോഴാണ് എവിടെ ഉണ്ടാവുക? ഞാൻ കോഴിക്കോട് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ OP ഡേയ്സ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് OP.
വെനസ്ഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ് ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോഴിക്കോട്. കണ്ണൂരാണെങ്കിൽ തേഴ്സ്ഡേയ്സ് എക്സ്ക്ലൂസീവ്ലി ഒ പി ഉണ്ട്. തേഴ്സ്ഡേയ്സ് കണ്ണൂർ BMH കണ്ണൂർ തേഴ്സ്ഡേയ്സും ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്, മൺഡേയ്സും ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. മൺഡേ ഒ പി ഇല്ല, ഓപ്പറേഷനേ ഉള്ളൂ അവിടെ. അങ്ങനെ ഒരു വീക്ക് കംപ്ലീറ്റ് ആയി. ഈ നമ്മൾ ഈ മുട്ടുവേദന ഒക്കെ വന്നിട്ട് ചിലർ ഇതേപോലെ വേദനയൊക്കെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ചുമ്മാ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഏതെങ്കിലും പെയിൻ കില്ലർ വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തൈലം വെച്ചിതാക്കുക അങ്ങനെ കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു സിവിയർ സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആക്ച്വലി എത്താൻ പറയാനുണ്ടല്ലേ? ഒരു മുട്ടുവേദന എന്ന് പറയുന്ന കുറേ കാരണങ്ങളുടെ കുറേ അസുഖങ്ങളുടെ ചിലപ്പോൾ ഭാഗമായിരിക്കാം. അപ്പോൾ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോവുക. ഒരു നമ്മൾ ഒരു ഓർത്തോപെഡീഷ്യൻ്റെ അടുത്ത് പോവുക. വേറെ ഏത് സ്പെഷ്യാലിറ്റിയിൽ പോകുന്നു എന്നല്ല, ഓർത്തോപെഡീഷ്യൻ ആയിരിക്കും നല്ലത്. വേറെ ആയുർവേദമാണോ ഹോമിയോ ആണോ എന്താണെങ്കിലും പോകുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുക. അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റേ എടുക്കുക. ചിലപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്നത് തേയ്മാനമോ ലിഗ്മെന്റ് ഇഞ്ചുറിയോ അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മുഴയായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കും മിസ് ചെയ്യുന്നത്. നമ്മുടെ ഗോൾഡൻ പീരീഡ് ആയിരിക്കും മിസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവാലുവേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കാം. മുട്ടുവേദനയുണ്ടോ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നല്ലൊരു ഡോക്ടറെ പറ്റുമെങ്കിൽ ഓർത്തോപെഡീഷ്യനെ പോയി കാണുക. അവർ പറയുകയാണ് ഒരു എക്സ്റേ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ എക്സ്റേ എടുക്കുക. അല്ലാതെ ആ സമയം ഒരു മുട്ടുവേദന എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഗോൾഡൻ പീരീഡ് ആയിരിക്കും മിസ് ചെയ്യുന്നത്. ആ സമയത്ത് പോയി ഉഴിയുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനം കുത്തിവെക്കുക ചെയ്യാം. പക്ഷെ അതിന് കറക്റ്റായിട്ട് ഇവാലുവേഷൻ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ MRI എടുക്കുക, എന്താ ചെയ്തിട്ട് എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് വഴിക്കും പോവാം. അവസാനം അത് ഏറ്റവും മാക്സിമം ബുദ്ധിമുട്ടാകുമ്പോൾ തിരിച്ചെത്തിയാൽ മതി. പക്ഷേ അപ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മൾ അറിയാണ്ട് വേണ്ടാത്ത മരുന്നുകൾ ചിലപ്പോൾ കഴിക്കും. ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ വരിക ചിലപ്പോൾ ലിവറും കിഡ്നി അടിച്ചു പോകുമ്പോഴേ അറിയത്തുള്ളൂ. ഈ പെയിൻ കില്ലേഴ്സ് അല്ലാത്ത കുറേ മരുന്നുകൾ, പലപ്പോഴും പല മരുന്നുകളും പലതും അരച്ച് കൊടുക്കുന്നതാണ് പല മരുന്നുകളും എന്നൊക്കെ പറയുന്നത് ചിലയിടത്ത്. പക്ഷെ അറിയില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അറിയാത്ത ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെയായിരിക്കും ബുദ്ധിമുട്ടിക്കുക. അതുപോലെ നമ്മൾ ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് കുറേ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കുറേ ഭാഗങ്ങളുണ്ട്. നമുക്ക് PRP ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻസ്, അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കൺസർവേറ്റീവ്. അതൊക്കെ ഏർലി സ്റ്റേജിൽ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കാം. പക്ഷെ അതിനൊന്നും ഒരു ഡാറ്റ അത്ര അധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും മുട്ടുവേദന എന്ന് പറഞ്ഞിട്ട് നമ്മളത് ബുദ്ധിമുട്ടിക്കുന്ന, നമ്മുടെ ഉറക്കം കളയുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെയൊക്കെയാണ്. ചിലപ്പോൾ അത് തേയ്മാനൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അത് ട്യൂമർ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കും. അതൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഗോൾഡൻ പീരീഡാണ്. ആ പീരീഡ് മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മുട്ടുവേദന നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ടു എ പ്രിസൈസ് ഡോക്ടർ. കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഡോക്ടർ പറയാണ് ഇപ്പം ഇങ്ങനെ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഈ ഒരു പ്രൊസീജിയർ? സാധാരണ നമ്മുടെ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറഞ്ഞാൽ വിത്ത് ഇംപ്ലാന്റ്, ഇമ്പോർട്ടഡ് ഇംപ്ലാന്റ്, ബെസ്റ്റ് ഇംപ്ലാന്റ്, ഒരു നോർമൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ അറൌണ്ട് 2 lakhs to 2.5 lakhs വരും. നമുക്ക് സ്റ്റാൻഡേർഡ് റൂമിലൊക്കെ ചെയ്തു വരുവാണെങ്കിൽ എല്ലാം കൂടി ഒരു ഫിറ്റായ പേഷ്യൻറ്റിനെ നമ്മളെല്ലാ ഇവാലുവേഷനും കഴിഞ്ഞ് രോഗാണു വിമുക്തമാക്കിയ ഒരു പേഷ്യൻ്റാണ് നമ്മൾ സാധാരണ റീപ്ലേസ്മെൻറ്റ് സർജറിക്കാണെങ്കിൽ എടുക്കുക. റീപ്ലേസ്മെൻറ്റ് സർജറി എപ്പോഴും ഇൻഫെക്റ്റീവ് സ്റ്റേജിലൊന്നും ചെയ്യാണ്ടിരിക്കുക. പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ഫിറ്റായ പേഷ്യൻറ്റിന്, സർജിക്കലി അനസ്തെറ്റിക്കലി ഫിറ്റായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ചെയ്തു തരാൻ ഏകദേശം ഒരു 2.5 lakhs നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്റ്റാൻഡേർഡ് റൂം എടുത്താൽ വരും. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പെയിൻ വരും. ഇപ്പം മുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഹിപ്പിനും ഇതേപോലെ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടത് നമ്മളെല്ലാം ചെയ്യാം. എല്ലാ ജോയിൻറ്റും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നീ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാം, ഹിപ്പ് ചെയ്യാം, ഷോൾഡർ ചെയ്യാം, എൽബോ ചെയ്യാം, ആങ്കിൾ ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻസ് കറക്റ്റ് ആണെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടായിട്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആണ്, ചെയ്യാം. എല്ലാ ഇംപ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ വാദമൊക്കെ വരില്ലേ, അപ്പം അതും ഈ ആർത്രൈറ്റിസും തമ്മിൽ എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്? വാദം വരുമ്പോൾ നമ്മൾ എന്തായാലും ആ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറേ നമുക്ക് ലീഡ്സ് കിട്ടും. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. അപ്പം പല വാദങ്ങളിലും നമ്മൾ അപ്പം തന്നെ ഒന്നും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വാദത്തെ കണ്ടുപിടിച്ച് അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മരുന്ന് കഴിച്ചിട്ട് കാലങ്ങളോളം വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. ഇനി അഥവാ ചിലപ്പോൾ വാദം കണ്ടുപിടിക്കുമ്പോൾ ഒരു ജോയിൻറ്റ് മോശമായി പോയിട്ടുണ്ടാകും, ആ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും.
ഞാൻ സ്റ്റാർട്ട് ഓൺ ദ തെറാപ്പി മെഡിക്കൽ സൈഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജോയിൻറ്റിൻ്റെ തേയ്മാനം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ചിലപ്പോൾ 100 ദിവസം കൊണ്ടേ ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ ബൈ ടൈം, യു ക്യാൻ ഡിലേ റീപ്ലേസ്മെൻറ്റ്, ബട്ട് യു മേ നോട്ട് ബി ഏബിൾ ടു ഡിനൈ റീപ്ലേസ്മെൻറ്റ്സ്. അപ്പൊ എന്തായാലും ഇങ്ങനെ മുട്ടിന് വേദനകളോ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കാതെ ഡോക്ടർ എന്തായാലും വന്ന് കൺസൾട്ട് ചെയ്യണം. അതല്ലേ ബെറ്റർ ഓപ്ഷൻ. ഒരു ഓർത്തോപെഡിക് സർജനെ എവിടെയാണെങ്കിലും അവനവൻ്റെ അടുത്തുള്ള സ്ഥലത്ത് അവനവന് വിശ്വാസമുള്ള ഡോക്ടറെ പോയി കാണിക്കുക. അതെ, നമുക്ക് ഭയങ്കര വിശ്വാസപ്പെട്ട ഡോക്ടർ രജനി സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ വന്ന് കാണുക. അതിൽ കംപ്ലീറ്റ് ക്യൂർ നിങ്ങൾക്ക് കിട്ടുമ്പം ഈ ഒരു സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പം അവരെ ഒബ്സർവ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. സോ ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ഇപ്പം ലൈഫ് സ്റ്റൈല് വഴി വരുമെന്ന് പറഞ്ഞു, അതുപോലെ ഈ വണ്ണം വെക്കുമ്പോഴും വരുമെന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, മാക്സിമം ഇതൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആദ്യം മാറ്റണം. സെഡൻഡറി വെറുതെ നമ്മൾ കുറേ കഴിക്കുക, കുറേ തടി വയ്ക്കുക, അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗങ്ങൾ കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് ഒക്കെ കുറയ്ക്കുക. നമ്മുടെ മസിലിന് നല്ല സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുക. യങ് ഏജിലാണെങ്കിൽ യങ് ഏജിൽ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ പോവുക. സ്പോർട്സ് മസിൽ സ്ട്രെങ്തനിങ് വെറും ജിമ്മ് മാത്രമല്ല, നമുക്കൊരു സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ വരുമ്പോഴേ നമുക്ക് അത് പല വിധത്തിൽ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ നമുക്ക് ബോഡിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഓൾ ഹെൽപ്സ് ഇൻ ദ റീമോഡലിംഗ് ഓഫ് എ ബോൺ ആൻഡ് കാർട്ടിലേജ് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലാണ്ട് കുറച്ച് സമയം നമുക്ക് കളിക്കാൻ, ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ മൊബൈലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കരുത്. സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ പോയിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടാവണം. നമുക്ക് കുറച്ച് നേരം വ്യായാമം, നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഡെയിലി നമ്മൾ ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് വീട്ടിനുള്ളിലുള്ള ജിമ്മ് മാത്രമല്ല, സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ പ്രകൃതിയായിട്ട് ലയിച്ച് ചേരാനായിട്ട് നോക്കാം. പക്ഷെ ഇതിങ്ങനെ പറയണ്ട്, കാരണം ഓവറായിട്ട് നമ്മൾ മീൻസ് ജിമ്മിന് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രെഡ്മിൽ കുറെ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ട്രെഡ്മിൽ ഉപയോഗിക്കാൻ പറഞ്ഞില്ല, അല്ല അങ്ങനെ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്, അല്ല അങ്ങനെ ശരിക്കും ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്. ട്രെഡ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ ട്രെഡ്മിൽ ബാക്കോട്ട് പോവാണ്, നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഗ്രൈൻഡിങ് എഫക്റ്റ് ആണ് ജോയിന്റിൽ ഉണ്ടാവുക. നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം. അത് ഒരു വഴിയില്ലാത്തവർക്ക് ചെയ്യാനുള്ള വഴി വെച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒരു ഗ്രൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് ബെറ്റർ. നല്ല വായു ശ്വസിക്കാൻ, നന്നായി നടക്കാം, ആക്ടിവിറ്റീസ് നന്നായി ചെയ്യാൻ പറ്റും. ഈ ജിമ്മ് മാത്രം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനും കേട്ടോ നല്ല സ്പോർട്സ് ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യാൻ, നടക്കാൻ പോവുക, ചെറിയ ജോഗിങ്ങിന് പോവുക, ദാറ്റ് ഓൾ ഹെൽപ്സ് ഇൻ ദ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ്. ജോയിൻറ്റിൻ്റെ ന്യൂട്രീഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു മയത്തിലെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകണം. ഫുഡി ആവാം, കഴിക്കാം, പക്ഷെ അതിനനുസരിച്ച് നമ്മൾക്ക് ഔട്ട്പുട്ടും വേണം. നന്നായി ഭക്ഷണം കഴിച്ചാൽ നന്നായി ഔട്ട്പുട്ടും വേണം. കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. ഇപ്പം ഈ റീപ്ലേസ്മെന്റ് കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ കുറെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഫുഡ് ആയാലും എന്തൊക്കെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പിന്നെയും തടിക്കാനായിട്ട് നോക്കണ്ട. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു പോളിയെത്തിലീൻ ലൈനറാണ്. അപ്പൊ അതിനും വേറെ ടയർ ഓവർ എ പീരീഡ് ഓഫ് ടൈം വരാം. അപ്പൊ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലോഞ്ചിവിറ്റി കൂടും. ഓക്കെ, അപ്പം നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ആ വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കണം. മസിലിൻ്റെ പവർ കൂട്ടാൻ നോക്കണം. അപ്പം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൽ വരുന്നത് ഓൾമോസ്റ്റ് വെയിറ്റ് കുറയ്ക്കുക, മസിലിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുക. മസിലിന് പവർ ഉണ്ടെങ്കിൽ യൂഷ്വലി 70% ഓഫ് ദ ബോഡി വെയിറ്റ് ഗോസ് ടു മസിൽ, 30% ബോണിൽ കൂടെ പോകുള്ളൂ. അത് തിരിയരുത്. അപ്പം നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, വ്യായാമം, സേ വാക്കിംഗ്, കയറ്റം കയറുക, കയറ്റം ഇറങ്ങുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി കാലത്ത് ഓൾഡ് ഏജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മോർണിംഗ് വാക്കിന് അല്ലെങ്കിൽ ഈവനിങ് വാക്കിന് പോകാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കും. അപ്പം ഇത് ഈ റീപ്ലേസ്മെന്റ് ചെയ്താലും നമുക്ക് ഈ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. ഒരു മയമുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്തിരിക്കണം. നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് കിടക്കാനല്ല, ഒരു ആക്റ്റീവ് ലൈഫ് ന് വേണ്ടിയിട്ടാണ്. അപ്പം അതെന്തായാലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് വലിയ ഗുണം കിട്ടില്ല. മസിൽ പവർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. അതെ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല, ഒരു 1 hour എക്സസൈസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഞാൻ വരാം. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. എല്ലാ ദിവസവും അത് കഴിക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ ടേസ്റ്റ് എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം.
ആക്ച്വലി ഞാനിവിടെ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോൾ സംസാരിച്ചപ്പം ലൈക്ക് കുറേ ഇൻഫോർമേഷൻസും കിട്ടിയാൽ ഭയങ്കര ലിബറലായിട്ട് എനിക്ക് സംസാരിച്ച പോലെ തോന്നി. ആൻഡ് ഒരുപാട് താങ്ക് യു. കാരണം നമ്മുടെ ഓഡിയൻസിനായാലും ഇതേപോലെ ഇങ്ങനെ ഇതായി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര വലിയൊരു ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ സാറിലൂടെ പാസ് ചെയ്യാൻ പറ്റിയത് നമുക്ക്. ആൻഡ് ഫോർ ദാറ്റ് ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് അസ്. പിന്നെ എൻ്റെ ഈ മുട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത് കഴിഞ്ഞൊരു തീരുമാനം എടുക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.